ആയുധമെടുത്ത ഒരു ഹമാസിനെയും ഇനി ലോകത്ത് കാണാൻ പാടില്ല എന്ന കാഴ്ചപ്പാടാണ് ഇസ്രായേൽ അതിൻ്റെ അകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ ഇസ്രായേൽ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ലോക ഭൂപടത്തിൽ പലസ്തീൻ പാടില്ല എന്നായി. അതിന് മാറ്റം വന്നിരിക്കുന്നതെന്നാണ്. കഴിഞ്ഞ UN അസംബ്ലിയിലാണ് നെതന്യാഹു ഇത് പറഞ്ഞത്. ആരെങ്കിലും പലസ്തീനെ അംഗീകരിക്കാൻ നടന്നാൽ അവർ അതിന് സമാധാനം പറയേണ്ടി വരും, അല്ലെങ്കിൽ അവർ അതിനെ അനുഭവിക്കും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിൽ നിന്നൊരു മാറ്റം നമുക്ക് ഇപ്പോൾ ഈ പുതിയ ഈ കരാർ രംഗത്ത് വന്ന സമയത്ത് കാണാൻ കഴിയും. കാരണം ഈ കരാർ അനുസരിച്ച് പലസ്തീൻ നിലവിലുണ്ടാകും. പലസ്തീനിൽ ഹമാസ് പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പലസ്തീൻ നിലവിലുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പലസ്തീൻ ജനതയ്ക്ക് അംഗീകാരം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നതെന്നാണ്. ഇത് ഇസ്രായേൽ അംഗീകരിച്ചോ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയില്ല.